നമസ്കാരം. നമ്മൾ അർത്ഥം എഴുതുക, ഒറ്റപ്പദം എഴുതുക എന്നിങ്ങനെയുള്ള പഠന പ്രവർത്തനങ്ങൾ ഋഷിമാഷ എന്ന് പറയുന്ന പാഠഭാഗം പഠിച്ചതിന് ശേഷം ചെയ്തു കഴിഞ്ഞായിരുന്നു. അടുത്ത പഠന പ്രവർത്തനം എന്താണെന്ന് നോക്കിക്കേ. ചേർത്തെഴുതുക എന്നതാണ് നമ്മുടെ അടുത്ത പഠന പ്രവർത്തനം. ഏതൊക്കെ പദങ്ങളെയാണ് ചേർത്തെഴുതാൻ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിക്കേ മക്കളെ. മരം അധികമുണ്ട്, മരമുണ്ട്. ചെടി അധികം ഉടെ, ചെടിയുടെ. മക്കളെ അധികം കാൾ, മക്കളെക്കാൾ. പിടിച്ച് അധികം ഇരുന്നു, പിടിച്ചിരുന്നു. നോക്കിക്കേ എങ്ങനെയാ ചേർത്തെഴുതുന്ന. മരമുണ്ട് എന്ന് പറയുന്ന ആ ഒരു പദം എങ്ങനെ പിരിച്ചെഴുതുമെന്ന് നോക്കിക്കേ. ചേർത്തെഴുതുകയും പിരിച്ചെഴുതുകയും വളരെ എളുപ്പമാണ് അല്ലേ. ചേർന്നിരിക്കുന്ന ഒരു പദത്തെ രണ്ടാക്കി എഴുതുമ്പോൾ നമ്മൾ പിരിച്ചെഴുതുക എന്നായി. പിരിഞ്ഞിരിക്കുന്ന രണ്ട് പദത്തെ ചേർത്തെഴുതുമ്പോൾ അതെന്തായി? ചേർത്തെഴുതുക എന്നായി. അധികമുണ്ട്, മരമുണ്ട്. അധികം ഉടേ, ചെടിയുടെ. മക്കളെ അധികം കാൾ, മക്കളെക്കാൾ. ഇക്കാ എവിടെ വന്നത് മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പിടിച്ച് അധികം ഇരുന്നു, പിടിച്ചിരുന്നു. മനസ്സിലായില്ലേ? ചേർത്തെഴുതുക എന്ന പഠന പ്രവർത്തനമാണ് ഇപ്പം ചെയ്തത്. ഫോട്ടോയൊക്കെ ടീച്ചർ അയച്ചു തരാം. മക്കളത് നോക്കി ബുക്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതിയെടുക്കുകയും വേണം. ഇനി അടുത്തത് എന്താണെന്ന് നോക്കിക്കേ. പഠന പ്രവർത്തനം നോക്കിക്കേ മക്കളെ. അടുത്ത പഠന പ്രവർത്തനം എന്താണ്? വിവരണം തയ്യാറാക്കുക. നിങ്ങളുടെ വിദ്യാലയത്തിൽ ഒരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നുവെന്ന് ഇരിക്കട്ടെ. എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തണം? എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തണം? നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറിയൊക്കെ നടാറുണ്ടോ അമ്മയച്ഛനും ഒക്കെ? അമ്മമാർ, പ്രത്യേകിച്ച് അമ്മമാരാണ് കൂടുതൽ ചെയ്യുന്നത്. പച്ചക്കറിത്തോട്ടം അല്ലെങ്കിൽ അടുക്കളത്തോട്ടം എന്നൊക്കെ പറഞ്ഞ മക്കൾ കണ്ടിട്ടുണ്ടോ? വീട്ടിലുണ്ടോ? അപ്പം ഇങ്ങനെ ഒരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തണം? എന്നതാ ചെയ്യണ്ടേ? ആദ്യം നമ്മൾ തീരുമാനിക്കണം എന്നാ പച്ചക്കറിയാണ് നമ്മൾ ഇടേണ്ടതെന്ന് അല്ലേ. വെണ്ട വേണോ, പാവൽ വേണോ, പടവലം വേണോ, ചീര വേണോ, വെള്ളരി വേണോ? നമുക്ക് നമ്മുടെ സ്ഥലത്ത് അനുയോജ്യമായത് എന്താണ്, എന്തിടാനായിട്ട് നമുക്ക് പറ്റുമെന്നുള്ള കാര്യം, നമ്മൾ ഏത് പച്ചക്കറി നമുക്ക് നടാനായിട്ട് സാധിക്കുമെന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. പിന്നെന്താ ചെയ്യേണ്ടത്? വെള്ളം കിട്ടുന്ന സ്ഥലമാണോ? അയ്യോ തരിശായിട്ട് കിടക്കുന്നൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി നമ്മൾ എന്ത് വിത്തിട്ടാലും പറ്റുമോ മക്കളെ? മുളച്ച് വരുമോ? ഇല്ല. അപ്പം ജലലഭ്യതയെക്കുറിച്ച് ചിന്തിക്കണം. പിന്നെ എന്നാ ചെയ്യണം? ജലം ലഭിക്കാൻ ഈ തരിശായിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജലം നനച്ചു കൊടുക്കണം, വെള്ളം നനച്ച് കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? എന്നാ വേണം കയ്യിൽ? ഇതിൻ്റെയൊക്കെ വിത്ത് വേണം അല്ലേ. വെണ്ടയുടെ ആണെങ്കിൽ വിത്ത് വേണം, പാവല്, ചീര ഇവയുടെയൊക്കെ വിത്ത്, ചീരയുടെയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്നാ വേണം? വെറുതെ ഉള്ള വിത്തായിരിക്കണോ? വിത്ത് ഗുണമേന്മയുള്ളതായിരിക്കണം. നല്ലൊരു ചെടിയിൽ നിന്ന് കിട്ടിയ വിത്തായിരിക്കണം കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പം ഈ കൃഷി ഫാമുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമല്ലോ വിത്ത്, അതൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള വിത്തുകൾ വേണം ശേഖരിച്ച് നമ്മൾ നടാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യണം? ഓരോ ഇനം പച്ചക്കറിക്കും തറ ഒരുക്കേണ്ടത്. അത് എങ്ങനെയാണത് മുളച്ചു പൊങ്ങാനായിട്ട് സാധിക്കുന്നത്? നമ്മൾ പച്ചക്കറി സ്കൂളിലൊരു പച്ചക്കറിത്തോട്ടം നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ആ പ്രദേശത്ത് തറയിട്ടാൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് അവിടെ നടാനായിട്ട് സാധിക്കും? വെള്ളം മഴ പെയ്താൽ ഉടനെ അവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് അവിടെ നടാൻ പറ്റുമോ മക്കളെ? ഇല്ല. അങ്ങനെയൊന്നും ഉള്ള സ്ഥലം ആകരുത് എന്ന് നമ്മൾ നോക്കണം. പിന്നെ എന്നാ ചെയ്യണം? പന്തലിട്ട് കൊടുക്കേണ്ട പച്ചക്കറികളാണെങ്കിൽ എന്നാ ചെയ്യണം? സൈഡിൽ പന്തലിടാനായിട്ടൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ, ക്രൈസ്റ്റ് സെൻട്രൽ സ്കൂളിൽ പച്ചക്കറിത്തോട്ടം നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയിരിക്കണം. സ്കൂളിൽ മാത്രമാണ് ഇത് ബാധകം. ഇപ്പം എന്തായാലും ലോക്ക്ഡൗൺ സമയമാണ്. മക്കളൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുക. നമ്മുടെ ക്ലാസ്സൊക്കെ കഴിയുമ്പം മക്കൾ കുറച്ച് നേരം പഠിച്ച് കഴിയുമ്പോൾ ഫ്രീ ആകും. അപ്പോൾ എന്ത് ചെയ്യണം? വീട്ടിൽ സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ പച്ചക്കറിയൊക്കെ നടാൻ വേണ്ടിയിട്ട് അമ്മയോട് പറയണം. അമ്മേ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അപ്പം സ്ഥലം ഉണ്ടെങ്കിൽ അമ്മയോട് പറയണം, അമ്മേ നമുക്ക് പച്ചക്കറി നടാം, ഞാൻ സഹായിക്കാം, എനിക്കറിയാവുന്നതുപോലെ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? പച്ചക്കറി നടാനായിട്ട് ശ്രമിക്കുക. നല്ലത് നമുക്ക് കഴിക്കാം. പിന്നെ അടുത്ത പഠന പ്രവർത്തനം ഒന്ന് നോക്കിക്കേ. ഇനി മക്കളെ നോക്കിക്കേ. അടുത്ത് നമ്മുടെ പഠന പ്രവർത്തനം എന്താണ് പുസ്തകത്തിലുള്ളത്? ലഘുപ്രസംഗം തയ്യാറാക്കുക. എന്തിനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നോക്കിക്കേ. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഒരു ലഘുപ്രസംഗം തയ്യാറാക്കുക. പാഠത്തിലെ ഒരു സംഭവം ഉൾപ്പെടുത്തി വേണം പ്രസംഗം തയ്യാറാക്കാൻ. ഇതാണ് നമ്മുടെ പഠന പ്രവർത്തനം. അപ്പം പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5-നാണ്. അപ്പം ഈ പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയാണ്, പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പ്രസംഗം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? എന്താ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം എന്താ പറയേണ്ടത്?
നമ്മളൊരു കാര്യത്തോട്ട് അങ്ങ് കടക്കുകയാണോ ചെയ്യേണ്ടേ? അല്ല, നമ്മൾ ആ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നവർക്കൊക്കെ എന്ത് പറയണം? സ്വാഗതം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലേ മക്കളെ? സ്വാഗതം ചെയ്യണം, അഭിസംബോധന വേണം. പിന്നെ എന്ത് വേണം? ഒരാമുഖം വേണം, ഉപസംഹാരം എന്നിവയൊക്കെ വേണം. പിന്നെ വിഷയത്തെ എന്ത് ചെയ്യണം? പല വിധത്തിൽ അതിനെ നോക്കിക്കാണും. ഇപ്പോൾ പരിസ്ഥിതി ദിനമാണെങ്കിൽ നമ്മൾ കൃഷിമാഷ് എന്ന് പറയുന്ന പാഠഭാഗം പഠിച്ചു. അതിൽ നമ്മൾ ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന് പറയുന്ന ഒരു വനിതയെക്കുറിച്ച് പഠിച്ചു. അവരെന്ത് ചെയ്തു? മരം വെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മരത്തിൽ തന്നെ താമസിച്ചു അല്ലേ? ഇപ്പം ഇതൊക്കെ നമുക്ക് ഇതിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ പഠന പ്രവർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു സംഭവം, പാഠത്തിലെ ഒരു സംഭവം കൂടി ഉൾപ്പെടുത്തി വേണം പ്രസംഗം തയ്യാറാക്കാൻ എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസംഗം തയ്യാറാക്കാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ? ആവശ്യത്തിന് ഉദ്ധരണികളെന്ന് മക്കൾ കേട്ടിട്ടില്ലേ? പലരുടെ കൊട്ടേഷൻസ്, അതായത് ഓരോരോ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വചനങ്ങൾ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, അതൊക്കെ നമുക്ക് പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഇന്നത്തെ കാലത്തെ കൂടെ ഉൾപ്പെടുത്താം. സമകാലിക സംഭവങ്ങൾ, ഇന്നത്തെ കാലത്ത് പരിസ്ഥിതിയെ നമ്മൾ എങ്ങനെയൊക്കെയാണ് മലിനമാക്കുന്നത്, അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു, അത് കഴിയുമ്പോൾ ഉടനെ വേറെ കാര്യങ്ങളെക്കുറിച്ചാണോ പറയേണ്ടത്? അല്ല, പരസ്പര ബന്ധം ഉണ്ടായിരിക്കണം. അപ്പം ഇതൊക്കെയാണ് നമ്മളൊരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. മക്കൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇപ്പം ഇനി നിങ്ങൾ അടുത്ത വർഷം 5ാം ക്ലാസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഇനി പ്രസംഗമൊക്കെ തയ്യാറാക്കാൻ വേണ്ടി വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ പ്രസംഗം തയ്യാറാക്കാനായിട്ട് സാധിക്കും. അതിനായി ടീച്ചർ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നത്. മക്കൾ ഇതൊക്കെ ഓർമ്മയിൽ വെച്ചാൽ മതി.